കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല NDA സംസ്ഥാന കൺവീനറും BDJS അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിൽ പോയി കണ്ടത്. ഇത് തുഷാർ വെള്ളാപ്പള്ളിയുടെ വീടല്ലായിരുന്നു, അത് കാർത്തികപ്പള്ളിയിലെ SNDP യൂണിയൻ പ്രസിഡന്റിൻ്റെ വീട്ടിലായിരുന്നു ഈ കൂടിക്കാഴ്ച. അതിൽ രമേശ് ചെന്നിത്തല അദ്ദേഹം സ്വീകരിക്കുന്ന ചിത്രങ്ങൾ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെന്നിത്തലയെ വിശേഷിപ്പിച്ചൊരു പ്രയോഗം ആത്മസഹോദരൻ എന്നായിരുന്നു. അപ്പോൾ ചെന്നിത്തല ഇത്തരത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയെ അങ്ങോട്ട് പോയി കൂടിക്കാഴ്ച നടത്തിയതിൽ കോൺഗ്രസിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ പോയിട്ട് താണു വണങ്ങുന്ന ആ ചിത്രവും ആ വീഡിയോയും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും അതിൻ്റെ അകത്ത് കോൺഗ്രസിൽ തന്നെ വലിയ തരത്തിലുള്ള കലഹം നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ കൂടിയിട്ട് തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം അരങ്ങേറുന്ന കോൺഗ്രസിൻ്റെ ചാനൽ ചർച്ചകളിലടക്കം പ്രതിനിധീകരിക്കുന്ന ആളുകൾ വരെ ഇക്കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചിട്ട് വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വെള്ളാപ്പള്ളിനെ ഏറ്റവും അധികം എതിർത്തിരുന്നത് ഇതേ കോൺഗ്രസിൽ നിന്ന് തന്നെയായിരുന്നു. അതേസമയത്ത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ വെള്ളാപ്പള്ളിയും അതേസമയം തന്നെ BDJS നേതാവുമായ തുഷാർ വെള്ളാപ്പള്ളിയെ അടക്കം ഇത്തരത്തിൽ സ്വീകരിക്കുന്നതിലെ അനൗചിത്യമാണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. നമ്മളിതിലേക്കാണ് ആദ്യം. ജിംസ്, ഈ ഒരു സന്ദർശനം കേവലമായിട്ട് ഒരു സർക്കാർ അധികാരമേറ്റ ശേഷം അല്ലെങ്കിൽ മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷമുള്ള വെറുതെ ഉള്ള ഒരു കൂടിക്കാഴ്ച എന്ന രീതിയിൽ തന്നെ കാണണോ, അതോ കുറേ കൂടി ഗൗരവതരമായ രീതിയിൽ മുമ്പ് CPM ആൾക്കാർ വലിയ രീതിയിൽ വിമർശിച്ചിരുന്ന ആ രീതിയിൽ തന്നെ കാണേണ്ടതാണോ? ഇല്ല, ബിന്ദു കൃഷ്ണ ഇന്നലെ സന്ദർശനത്തിനെ പറ്റി നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ബിന്ദു കൃഷ്ണ കണ്ടത് വെള്ളാപ്പള്ളി നടേശനെയാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഒരു ഹെയ്റ്റ് മോങ്കറാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്, അദ്ദേഹത്തെ കാണുമ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, അത് NDAയിലെ ഘടകകക്ഷിയായ BDJSൻ്റെ നേതാവാണ്, NDAയുടെ കൺവീനറാണ്. അദ്ദേഹത്തെ കാണണം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അല്ല കാണുന്നത്. ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാര്യ സഹോദരനാണ് ഈ SNDP കാർത്തികപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നയാൾ. അപ്പോൾ അയാളുടെ വീട്ടിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് തുഷാർ വെള്ളാപ്പള്ളിയെ കാണാൻ പോയതാണോ അദ്ദേഹത്തെ കാണാൻ പോയതാണോ എന്നൊരു പ്രസക്തിയില്ല. അദ്ദേഹം വരുന്നു എന്ന് നേരത്തെ അറിയാം. തുഷാർ വെള്ളാപ്പള്ളിയെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് രമേശ് ചെന്നിത്തല അവിടെ ചെന്നിട്ടുണ്ടാവുക. അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. ഇതിനൊക്കെ ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോ മന്ത്രിമാർ ഈ പറയുന്ന വെള്ളാപ്പള്ളിയുടെ മകനെയൊക്കെ കാണും. ഇപ്പോൾ VD സതീശനെ കാണാൻ അങ്ങോട്ടേ ഇല്ലാണ് ചെയ്തത് തുഷാർ വെള്ളാപ്പള്ളി. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക എന്നുള്ളത് ചോദിക്കുമ്പോൾ ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാണ് LDF സർക്കാരിൻ്റെ കാലത്ത് നടന്ന ചില സംഭവ വികാസങ്ങളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അതാണിപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രോളാണ്. ഔട്ട് ഓഫ് ഫോക്കസ് അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും കൗതുകം. മീഡിയയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, LDF സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ ചൂണ്ടിക്കാട്ടിയ കാര്യം എന്താണ്, അത് ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞു പോകണം. ആദ്യം വെള്ളാപ്പള്ളി നടേശൻ എല്ലാ 24 അവേഴ്സിലും ഇങ്ങനെ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികാരത്തിലിരിക്കുന്ന സർക്കാർ അതിനെ തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, അത് തടയാൻ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ റിവാർഡ് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങിൽ പോയിട്ട് അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നു. മലപ്പുറം ജില്ലയെക്കുറിച്ച് വളരെ മോശമായി, അത് മോശമായി എന്ന് ആണ് പറഞ്ഞെന്നുള്ള കാര്യം അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കും ആ മുന്നണിക്കും ഒക്കെ അഭിപ്രായമുണ്ട്. അത് മോശമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിരുന്നു. തൊട്ടുടനെ ദിവസം അദ്ദേഹത്തിന് പോയി പൊന്നാട അണിയിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹത്തെ പറ്റി കുമാരനാശാനോട് ഉപമിക്കുന്നു. അയ്യപ്പ സംഗമത്തിന് അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോയി ഇറക്കുന്നു, അദ്ദേഹത്തെ വേദിയിലിരുത്തുന്നു. ഇത് ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് കൊടുക്കുമെന്നുള്ളതായിരുന്നു നമ്മളിവിടെ ഉന്നയിച്ച വിമർശനം. അത് സർക്കാർ വെള്ളാപ്പള്ളിയോടൊപ്പമാണെന്നോ അല്ലെങ്കിൽ സർക്കാരും വെള്ളാപ്പള്ളി ഒന്നാണെന്നോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു ഭരണകൂടം അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം വെള്ളാപ്പള്ളി നടേശൻ ഹേറ്റ് മോങ്കർ നടത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. അത് മുസ്ലിം ലീഗിനെതിരെയാണ്. ലീഗിനെതിരെ ഹേറ്റ് മോങ്കർ നടത്തിയപ്പോൾ അതിനെതിരെ ഈ ഭരണപക്ഷത്ത് നിന്ന് അതിനെതിരായിട്ടുള്ള വിമർശനം ഉയർന്നു. അതിനെ വിമർശിച്ചു. മുസ്ലിം ലീഗിലെ ഏതോ ആളുകൾ തൊടുപുഴയിൽ പ്രകടനം നടത്തി. ആ പ്രകടനം നടത്തിയവരെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു, സസ്പെൻഡ് ചെയ്യുന്നു. അതിനെതിരെ SNDP യൂണിയൻ പ്രകടനം നടത്തി. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ ആ പ്രസ്താവനയെ ആരും ഇവിടെ നിന്ന് എൻഡോഴ്സ് ചെയ്തിട്ടില്ല. അത് കൊള്ളാം, അടിപൊളിയാണ്, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പോയി ശരി കുമാരനാശാനെ പോലെയാണ്, നാവിൽ സരസ്വതി വിളയാടുകയാണെന്ന് ആരും UDF നിന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ഇമേജുള്ള ഒരാൾ, അദ്ദേഹം പറഞ്ഞത് ഇനിയും തിരുത്തിയിട്ടില്ല, ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ അത് പറയുന്നില്ല എന്നുള്ളത് മാത്രം. ഒരു മന്ത്രി അങ്ങോട്ട് പോയി കാണുക എന്നുള്ളതാണ് ബിന്ദു കൃഷ്ണ ചെയ്ത കാര്യം. അത് ശരിയായ മെസ്സേജ് അല്ല സമൂഹത്തിന് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെ നമ്മളോട് പറഞ്ഞത്. ഇനി VD സതീശനെ അങ്ങോട്ട് പോയി കണ്ടു എന്ന് പറയുന്നു. ഒരാൾ വീട്ടിലേക്ക് വരാണ്, ഒരു എതിർ പാർട്ടിയിൽപ്പെട്ട ആളാണ്, ഒരു സമുദായ നേതാവ് കൂടിയാണ്. അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ വരണ്ട എന്നൊന്നും പറയാൻ മുഖ്യമന്ത്രി കഴിയില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ സ്വകാര്യ ആവശ്യത്തിനോ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് പല ടൈപ്പ് ആളുകൾ കാണും. അങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. അത് നാളെ ഇവർ ഒന്നാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യമില്ല.
ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ നാട്ടാം ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അത് രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു. മാധ്യമങ്ങൾക്ക് അതിൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. ആ കൂടിക്കാഴ്ച നടന്നതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് എന്താണ് ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടോ ആയി മാറിയതെന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ പരാമർശങ്ങളെ ഈ സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ടോ? അങ്ങനെ ആ വർഗീയ പരാമർശങ്ങൾ ശരിയാണെന്ന് പൊതുജനത്തിന് തോന്നുന്ന വിധം ഭരണകൂടം അതിനെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനി രമേശ് ചെന്നിത്തല അങ്ങോട്ട് പോയി തുഷാർ വെള്ളാപ്പള്ളിയെ കണ്ടത്. തുഷാർ വെള്ളാപ്പള്ളി അർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന പോലെ ഹേറ്റ് മോങ്കറല്ല. പക്ഷേ അദ്ദേഹം ഒരു NDA കക്ഷിയുടെ നേതാവാണ്. ആ NDA കക്ഷി ഉണ്ടായത് എങ്ങനെയാണ്, ആ പാർട്ടി ഉണ്ടായത് എങ്ങനെയാണ്, അത് RSSന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് NDAയിൽ കൊണ്ടുപോയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ്. അത് ഒരു സാമുദായിക നേതാവ് മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്നിരിക്കെ അത്തരം സന്ദർശനങ്ങൾ തീർച്ചയായിട്ടും തെറ്റായ രാഷ്ട്രീയ സന്ദേശം കൊടുക്കും എന്നുള്ളത് രമേശ് ചെന്നിത്തലയും ഓർക്കണം. ഞാൻ ഇതിലൂടെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഈ സാമുദായിക നേതാക്കളുമായി ഉള്ള സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ LDF അത് ചെയ്യുന്നുണ്ട്, CPM ചെയ്യുന്നുണ്ട് ആ സൗഹാർദ്ദം. അതവർ പക്ഷേ വളരെ പരോക്ഷമായി ഇൻഡയറക്റ്റായിട്ടാണ് അത് ചെയ്യുക. അതിനവർ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇവർ UDFകാർ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ടാണ് ചെയ്യുക. ഈ രണ്ടും LDF മുന്നണിയും UDF മുന്നണിയും അല്ലെങ്കിൽ കോൺഗ്രസും CPM ഇക്കാര്യത്തിൽ സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്ന കാര്യത്തിലുള്ള സ്ട്രാറ്റജി വ്യത്യസ്തമാണ്. ഞാൻ മുമ്പ് ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട്. CPM എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ അവിടുത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ലാർജർ ആയിട്ടുള്ള ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നു. ആ കമ്മ്യൂണിറ്റി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുന്നാക്ക സംവരണം, സാമ്പത്തിക സംവരണം എന്നുള്ളത് NSS നടപ്പാക്കണമെന്ന് LDFനോട് ആവശ്യപ്പെട്ടോ നിവേദനം കൊടുത്തിട്ടോ എല്ലാവരും നടപ്പാക്കിയത്. ആദ്യം നടപ്പാക്കി കഴിഞ്ഞ് BJP വെല്ലുവിളിക്കുകയാണ് ചെയ്തത് CPM. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ ഞങ്ങൾ പരിഗണിക്കുന്നു, അതിലെ പാവപ്പെട്ടവരെ പരിഗണിക്കുന്നു എന്ന പ്രതീതി അവർക്കുണ്ടാക്കുന്ന രീതിയിൽ അവർ അത് ചെയ്യുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങളെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാനുള്ള ശ്രമവും നടത്തുന്നു. ഇതാണ് CPM രീതി. UDF എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വാരിക്കോരി സ്ഥാപനങ്ങൾ അനുവദിക്കുക, ഭൂമി അനുവദിക്കുക, ഇതൊക്കെയാണ്. അതായത് സമുദായ നേതൃത്വത്തെ പ്രീണിപ്പിക്കാനാണ് UDF എപ്പോഴും ശ്രമിക്കുക. വെള്ളാപ്പള്ളി നടേശന് 25 ഏക്കർ വാഗമണ്ണിൽ കൊടുക്കുന്നു. NSSന് തിരുവനന്തപുരം നഗരത്തിൻ്റെ കണ്ണായ സ്ഥലത്ത് 5 സെൻറ്റ് അനുവദിക്കുന്നു. ഇങ്ങനെ സമുദായ നേതൃത്വത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ സമുദായത്തെ കുളിർത്താനാണ് UDF ശ്രമിച്ചു പോന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സ്ട്രാറ്റജി VD സതീശനുണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നിയതുകൊണ്ടാണ് സതീശൻ നയിക്കുന്ന UDFനെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. ആ സ്ട്രാറ്റജി എന്താണ്? ഒരുത്തന്നെ ഇറങ്ങാൻ പോയില്ല എന്ന് സതീശൻ പറയുന്നു. അത് സതീശൻ്റെ മാത്രം അഭിപ്രായമാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അത് സതീശൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ അഭിപ്രായമാണ്, ബാക്കിയുള്ളവർ അങ്ങനെയല്ല. ഇപ്പോൾ വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരമാണ് UDF ജനവിധി, UDFന് ലഭിച്ച ജയം എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 10 വർഷമായി വെറുപ്പും വിദ്വേഷവും ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കി കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ അത് വല്ലാതെ കേടുവരുത്തി ജനങ്ങളുടെ മനസ്സുകൾ തമ്മിലാകുന്നു. കേരളം ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണെന്ന പ്രതീതി മാറുന്നു എന്ന തോന്നലിൽ ജനങ്ങൾ ഇങ്ങനെയല്ല കേരളം വേണ്ടത് എന്ന് കരുതി ആ 10 വർഷത്തെ തിക്താനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച ജനങ്ങൾ UDFന് വോട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്ന എത്ര കോൺഗ്രസ് നേതാക്കൾ, എത്ര UDF മന്ത്രിമാരുണ്ട് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിസംബോധിതർ ഈഴവ സമുദായങ്ങളാണ്. ഇപ്പോൾ ഈഴവ സമുദായം ഏറ്റവും കൂടുതലുള്ള ജില്ലകളിൽ നോക്കുക, അവിടെയെല്ലാം UDFന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടായത്. എന്താണോ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിച്ചത്, എവിടെയാണോ റിഫ്റ്റ് ഉണ്ടാക്കേണ്ടത്, എവിടെയാണോ പോളറൈസേഷൻ ഉണ്ടാക്കുന്നത് കരുതി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം വിദ്വേഷം പറഞ്ഞോ, അവിടെയെല്ലാം അതിനെതിരായിട്ടുള്ള എന്താണ് ഒരു എതിരായിട്ടുള്ള ജനവിധിയാണ് ഉണ്ടായത്. കൊല്ലത്തായാലും എവിടെ വാസവന്റെ തോൽവി മാത്രമല്ല, കൊല്ലം ജില്ലയിലെ UDF മുന്നേറ്റം, ആലപ്പുഴയിലുള്ള മുന്നേറ്റം, ഇതെല്ലാം അതിന് തെളിവാണ്. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ജനങ്ങൾ തിരസ്കരിച്ചു എങ്കിൽ അതേ വെള്ളാപ്പള്ളിയെ റിവാർഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതേ വെള്ളാപ്പള്ളിയെ ആദരിച്ചുകൊണ്ട് ആ വോട്ട് ചെയ്ത ജനങ്ങളെ പ്രീതി സമ്പാദിക്കാം, ആ വോട്ട് ചെയ്ത ജനങ്ങളെ കൂടെ നിർത്താം, ആ കമ്മ്യൂണിറ്റിയെ പ്രീതിപ്പെടുത്താം എന്ന് ഈ കോൺഗ്രസ്സുകാർ, ഈ മന്ത്രിമാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ CPMഉം പിണറായി വിജയനും LDFും ചെയ്ത് അതേ തെറ്റാണ് അവർ ചെയ്യുന്നത്. അതായത് പിണറായി വിജയൻ എന്താണോ ചെയ്തത് അതേ തെറ്റാണ് ഇപ്പോഴും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിസംബോധിതരായ ആ സമുദായം വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ സന്ദേശങ്ങൾ തിരസ്കരിച്ചു. അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഞങ്ങൾ ആരെയും വെറുക്കുന്നില്ല, ഞങ്ങളിത് ആ UDFന് വോട്ട് ചെയ്യുന്നു, UDFന് വോട്ട് ചെയ്യും, അവർ കൂടി വോട്ട് ചെയ്ത ഒരു സർക്കാരാണിത് എന്ന് മനസ്സിലാക്കുക. അതിൽ തന്നെ ഈഴവ സമുദായങ്ങൾക്ക് ഉള്ള റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ള തർക്കങ്ങളുണ്ട്. അക്കാര്യത്തിൽ BJPയും CPMഉം പുലർത്തുന്ന ഒരു നീതി ഒരിക്കലും UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഈഴവ സമുദായത്തിൽ ചെയ്തിട്ടില്ല. അവരുടെ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം മന്ത്രിമാരിലില്ല, MLA മാരിലുമില്ല. അതുകൂടി ആലോചിക്കുക. അപ്പോൾ
അത് പരിഹരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? വെള്ളാപ്പള്ളി നടേശനെ പോയി പൊന്നാട അണിയിക്കുക, അദ്ദേഹത്തിന് മുമ്പിൽ തൊഴുതു നിന്നാൽ ആ റെപ്രസെൻറ്റേഷൻ പ്രശ്നം പരിഹരിക്കാം, അല്ലെങ്കിൽ ആ സമുദായങ്ങളെ പ്രീതിപ്പെടുത്താം എന്ന് ഇവർ ധരിക്കുന്നുണ്ടെങ്കിൽ അതേ തെറ്റ് തന്നെയാണ് LDFും പിണറായി വിജയനും ചെയ്തത്. പക്ഷേ ഇത് VD സതീശൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ UDF മന്ത്രിസഭയുടെ UDF എന്ന മുന്നണിയുടെ ഈ പ്രശ്നം, അതായത് ഈ കാപട്യം അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും ഉണ്ടാവുക, ഇത് മാറാൻ പോകുന്നില്ല. അത് ശ്രദ്ധിക്കേണ്ടത് VD സതീശനാണ്. VD സതീശൻ തൻ്റെ സഹമന്ത്രിമാരെ കാര്യത്തിൽ തിരുത്തണം. ചെന്നിത്തലയെ KC വേണുഗോപാലിലേക്ക് തിരുത്താൻ VD സതീശന് പറ്റുമോ എന്നുള്ളത് വേറൊരു കാര്യം. സതീശനേക്കാൾ സീനിയറാണ് ആളുകൾ. ഞാൻ പറയുന്നത്, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ, അതായത് മലപ്പുറം ജില്ലയെ അപഹസിച്ച ശേഷം അല്ലെങ്കിൽ വിദ്വേഷ പരാമർശം നടത്തിയ ശേഷം വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിൽ അന്ന് MLA ആയിരുന്ന K ബാബുവും ഹൈബിയുടെ MP യും പങ്കെടുത്തിരുന്നു. അന്ന് ആ ചോദ്യം നമ്മൾ ഉൾപ്പെടെ ആരും തന്നെ അവരോട് ചോദ്യം ഉന്നയിച്ചിട്ടില്ല. കാരണം അന്ന് അവർ ഭരണത്തിലിരിക്കുന്നത് പിണറായി വിജയനും CPM ആണ്. അന്ന് CPM-നെയും പിണറായി വിജയനെയും എത്ര രൂക്ഷമായി ചോദ്യം ചെയ്തോ, ഓഡിറ്റ് ചെയ്തോ, വിമർശിച്ചോ, അത്ര തന്നെ രൂക്ഷമായി ഓഡിറ്റ് ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചോദ്യം ഉന്നയിക്കപ്പെടുകയും ചെയ്യണം ഇപ്പോഴത്തെ സർക്കാരിനെതിരെ. നിഷ, ഇതിലെ തുഷാറിൻ്റെ ഒരു കുശാഗ്ര ബുദ്ധി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം VD സതീശനെ, മുഖ്യമന്ത്രിയായ VD സതീശനെ വീട്ടിൽ അങ്ങോട്ട് പോയി കാണുന്നു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ പോസ്റ്റ് കാണുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ കാണാൻ വേണ്ടി ആഭ്യന്തരമന്ത്രി വീട്ടിലേക്ക് എത്തി എന്നുള്ളതാണ്. പിന്നെ അതിൽ വിശേഷിപ്പിക്കുന്ന ആത്മസഹോദരൻ എന്നാണ്. തുഷാറിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നോക്കുവാണെങ്കിൽ ഇതേ കണക്ക് ആത്മസഹോദരൻ എന്ന് മുമ്പ് വിശേഷിപ്പിച്ചിട്ടുള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനെ കൂടിയിട്ടാണ്. അല്ല, ഒന്നാമത്തെ കാര്യം, രമേശ് ചെന്നിത്തല ഇപ്പോൾ ഈ സന്ദർശനം പൂർത്തിയാക്കിയതിന് ശേഷം അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല വന്നിട്ട് പറയണമല്ലോ, അദ്ദേഹം ഈ തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന BJP സഖ്യകക്ഷിയുടെ നേതാവിനെ കാണാൻ പോയതാണോ, വിളിച്ചിട്ട് പോയതാണോ, നിങ്ങൾ ആത്മസഹോദരങ്ങളാണോ, നിങ്ങളങ്ങനെ പരസ്പരം കാണുന്നതിൽ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ലേ, അത് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട്. ഈ കാണാൻ പോകുന്നതിൽ എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല കേട്ടോ. കാരണം ഈ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരായിട്ട് വലിയ തോതിലുള്ള വംശീയത വിളിച്ചു പറയുമ്പോൾ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് ഊളംപാറയിൽ അയക്കേണ്ട ഒരു മനോരോഗിയാണെന്നും വർഗീയവാദിയാണെന്നും വൃത്തികെട്ടവനാണെന്നും പറയുമ്പോൾ അതിനെയൊന്നും ഒരു ഘട്ടത്തിലും തള്ളിപ്പറയാതിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. എന്ന് മാത്രവുമല്ല, നമ്മുടെ കാറിൽ നമ്മൾ വിദ്വേഷവാഹകരെ കയറ്റരുത് എന്ന് സതീശൻ പറയുമ്പോൾ എൻ്റെ കാറിൽ ഞാൻ കയറ്റും. ഞാനൊരു ഇൻ്റർവ്യൂവിൽ ഈ രമേശ് ചെന്നിത്തലയോട് ചോദിക്കുമ്പോൾ ഞാൻ വേണേൽ നിങ്ങളെയും കയറ്റാം എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പരാഗത കോൺഗ്രസ് ശൈലിയിൽ അങ്ങ് പറഞ്ഞ് അദ്ദേഹം അങ്ങ് ഒഴുകി അങ്ങ് പോവുകയാണ്. അപ്പോൾ അന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നത് വെള്ളാപ്പള്ളിയെ വെറുപ്പിച്ചാൽ ഹരിപ്പാടടക്കം തോറ്റുപോകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രവുമല്ല, ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വരാൻ പാടായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു പഴയ കോൺഗ്രസ്സുകാരനാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഇനി നാളെ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട് അഭിവാദ്യം അർപ്പിച്ചാൽ പോലും എനിക്ക് പേഴ്സണലി ഒരു ഞെട്ടലുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 102 സീറ്റുമായിട്ട് UDF എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ വരുന്നതിന് നിദാനമായിട്ടുള്ള സംഗതികളെടുത്ത് പരിശോധിച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ എടുത്തുപയോഗിച്ച വംശീയതയോട് അന്നത്തെ സർക്കാർ സ്വീകരിച്ച അനുഭാവ സമീപനത്തിനെതിരായിട്ടുള്ള വോട്ട് കൂടിയാണ്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയാണ് വിജയം കിട്ടിയത്, ഞങ്ങൾ എങ്ങനെയാണ് തോറ്റുപോയത് എന്ന് അനലൈസ് ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് വിജയം കിട്ടിയത് എന്നത് പരിശോധിക്കാനും ആ മാൻഡേറ്റ് മനസ്സിലാക്കി പ്രവർത്തിക്കാനുമുള്ള ബാധ്യത ആർക്കുണ്ട്? രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. രമേശ് ചെന്നിത്തല ഇതിനു മുമ്പും UDF സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് അധികാരം ഇങ്ങനെ മാറി മാറി കിട്ടും, അതിന് പ്രത്യേക ഫാക്ടേഴ്സ് ഒന്നുമില്ല, കേരളത്തിൽ ഇങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് അങ്ങനെ മാറി മാറി അധികാരം കിട്ടാതെ അധികാരത്തിന് പുറത്തിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി എന്ന കാര്യം ഓർക്കണം. അപ്പോൾ നിങ്ങൾ പണിയെടുക്കുകയും ഫാക്ടേഴ്സ് ഉണ്ടാക്കുകയും ആ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്താൽ, ശരിയായി പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഭരണം കിട്ടുമെന്ന നില ഇന്ന് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ തുടർച്ചയായി അധികാരത്തിലിരുന്നത്. ആ പിണറായി വിജയൻ പുറത്തേക്ക് പോകുന്നതിനും അത്രയും മാസീവായിട്ടുള്ള പ്രചാരണവും പരിപാടിയെല്ലാം നടത്തിയിട്ടും പുറത്തേക്ക് പോകുന്നതിനും റീസൺസ് ഉണ്ടായിരുന്നു. അത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ള KSRTC ബസ്സിൽ എല്ലാവരെയും ഫ്രീ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുള്ള മുദ്ര കണ്ടിട്ട് വന്ന ആൾക്കാരല്ല, മറിച്ച് അതിന് പൊളിറ്റിക്കൽ റീസൺ ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ റീസൺ റീഡ് ചെയ്യാൻ ആർക്ക് പറ്റണം? രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റണം. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഒരു സീനിയർ നേതാവാണ്, ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹം മന്ത്രിസഭയിലെ 3-ാമനാണ്, കോൺഗ്രസിലെ 2-ാമനാണ് എന്ന ആനുകൂല്യം അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് കിട്ടിയും പുറത്ത് കിട്ടില്ല. അദ്ദേഹത്തെക്കാൾ വലിയ ടവറിംഗ് ലീഡറായിരുന്നു, ഇപ്പോഴും ഏറ്റവും വലിയ നേതാക്കളുടെ ഒരാളാണെന്ന് ചോദിച്ചാലാണ് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനോട് മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞവരാണ് ഈ ജനങ്ങൾ. രമേശ് ചെന്നിത്തലയോടും പറയും. ഓക്കെ, ജനങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ പലതരത്തിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ അതിനകത്ത് പരമാവധി പറ്റിയിട്ടും ജനം തീരുമാനിച്ചാണ് ആ പാർട്ടിക്കകത്ത് നടന്നത്. അപ്പോൾ ജനത്തിന് പല കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ശേഷിയുണ്ട് എന്ന കാര്യം രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടതുണ്ട്. ബിന്ദു കൃഷ്ണയും മനസ്സിലാക്കണം. ബിന്ദു കൃഷ്ണ
എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെയുള്ള പ്രശ്നം എന്താ അറിയാം, സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസക്കുറവ് പ്രശ്നമാണ്. ഞങ്ങൾ ജയിച്ചത് 20 പേരെ തീരുമാനിച്ചപ്പോൾ അതിലൊരു മന്ത്രിയായിട്ട് എന്നെ പരിഗണിച്ചത് മറ്റ് ചില ഘടകങ്ങൾ കൊണ്ടാണ്, എൻ്റെ മിടുക്കുകൊണ്ടല്ല. ആ മറ്റ് ഘടകങ്ങളെ ഞാൻ എപ്പോഴും തൃപ്തിപ്പെടുത്തുകയും ആ മാർക്കിൽ ഞാൻ എപ്പോഴും ഫില്ലായി നിന്നിട്ടില്ലെങ്കിൽ ഞാൻ അവഗണിക്കപ്പെടും, ഞാൻ എടുത്തെറിയപ്പെടും എന്ന് പറയുന്ന ഭയങ്കരമായിട്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഞാൻ കഴിവില്ലാത്തവനാണ്. എൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതസാമുദായ നേതാക്കളോ ഒക്കെ ആയിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ്. അതുകൊണ്ട് ഞാൻ അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്ന ഒരുതരം സ്വന്തം കഴിവില്ലായ്മയുള്ള വിശ്വാസവും കൂടിയാണ് ഈ പണിയൊക്കെ ആദ്യം ചെയ്യാൻ തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു സ്വന്തം വകുപ്പ് കിട്ടും, ആ വകുപ്പിൽ നിന്ന് നല്ല കാര്യം ചെയ്തുകൊണ്ടല്ലേ തുടങ്ങേണ്ടത്. അതിന് പകരം ഈ അശ്ലീലം കാണിക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്, അതിൻ്റെ നേതാക്കളെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ എന്തിനാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജനം തിരഞ്ഞെടുത്തത്. അതിന് കൃത്യമായ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്. ആ റീസൺ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളും ബുദ്ധിമുട്ടും. നിങ്ങളെ വിമർശിച്ചവർക്ക്, അതായത് CPIM-നെ, LDF-നെ അവരുടെ രാഷ്ട്രീയ ലൈനിനപ്പുറം പോയിട്ടുള്ള അപകടം പിടിച്ച കളി കളിച്ചതിന് വിമർശിച്ചിട്ടുള്ള ആളുകൾ ഈ കേരളത്തിലുണ്ട്. അവർ നിങ്ങളെയും വിമർശിക്കും, അവർ നിങ്ങൾക്കെതിരായി വോട്ട് ചെയ്യും, അവർ നിങ്ങളെ താഴെ ഇറക്കാൻ വേണ്ടി ഉള്ള പണിയും എടുക്കും. ആ ഓർമ്മ നിങ്ങൾക്ക് നന്നായി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുക. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനകത്ത് ഈ സംഭവം നടക്കുമ്പോഴേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം റിജിൽ മാക്കുറ്റി, അദ്ദേഹം കോൺഗ്രസിലെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധേയനായിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം പറയാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് ഇതിനല്ല. വെള്ളാപ്പള്ളി പറഞ്ഞത് കേട്ടിട്ട് ഒറ്റ ഈഴവനും കോൺഗ്രസിന് വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ താണ് വണങ്ങുമ്പോൾ സൂക്ഷിക്കണം. VP ദുൽക്കിഫിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, പിന്നെയും ഒരു നേതാവ്, ഞാൻ അതിൻ്റെ പേരോർമ്മയില്ല. അങ്ങനെ വിവിധ നേതാക്കൾ, ഇപ്പോൾ VR അനൂപ്, ഇവരൊക്കെയും രംഗത്ത് വന്നുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ജനവിധിക്കെതിരാണെന്ന് ഉറക്കെ പറയാനുള്ള ധൈര്യം കാണിക്കുന്നു. അത് ശ്രദ്ധേയമായിട്ടുള്ള ഡെവലപ്മെൻറ്റാണേ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിന് മുമ്പ് CPIM-മായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായപ്പോൾ അതിനകത്തൊരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ല. അപ്പോൾ ഇന്നലെയും SFI സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് മീഡിയ വണ്ണോട് ചോദിക്കുകയാണ്. എനിക്ക് അതിലൊരു കൗതുകമുണ്ട്. അതായത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വംശീയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, വിദ്വേഷക്കാർ അരങ്ങു വാഴുമ്പോൾ അവർക്ക് ആർക്കും അഭിപ്രായമില്ല. മീഡിയ വണ്ണിൻ്റെ അഭിപ്രായം എന്താണ് കാണട്ടെ, മീഡിയ വണ്ണിൻ്റെ അഭിപ്രായം പറ. അതായത് മീഡിയ വണ്ണിൻ്റെ മാത്രം പ്രശ്നമാണോ കേരളത്തിൽ വംശീയമായ പ്രശ്നം ഉണ്ടാകുന്നത്? കേരളത്തിലൊരു കലാപം ഉണ്ടാകാൻ പോകുന്നു, ഒരു നാട് കത്തുന്നു, മീഡിയ വണ്ണിൻ്റെ അഭിപ്രായം പറ. ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ലെന്ന്. ആദ്യം നിങ്ങളുടെ അഭിപ്രായം പറ. ഞാൻ CPM-നോട് ആരോടും ചോദിക്കുകയല്ല. CPM-ൻ്റെ നേതാക്കൾ മുതൽ ഏറ്റവും താഴെ തട്ടിൽ വരെയുള്ള ഫേസ്ബുക്കിൽ വന്ന് മീഡിയ വണ്ണിനെ ടാഗ് ചെയ്യുകയും, മീഡിയ വണ്ണും മതിയായല്ലോ, മീഡിയ വണ്ണിൻ്റെ കരച്ചിൽ തുടങ്ങിയോ, മീഡിയ വണ്ണിന് ഇപ്പം പിടികിട്ടിയില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. മീഡിയ വണ്ണിനെ വിട്ടേക്ക്, മീഡിയ വണ്ണൊരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഈ വംശീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആൾക്കാരും അവരെ പോയി കാണുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ വിദ്വേഷം വിളമ്പുന്ന ആൾക്കാർക്കോടും നിങ്ങളുടെ നിലപാടെന്നാണ്? അല്ല, മതനിരപേക്ഷത എന്ന് പറയുന്ന സംഗതി ഞങ്ങളുടെ ആവലാതിയല്ല, അത് മീഡിയ വണ്ണിൻ്റെ ഒരു ആവലാതിയാണ്. വേണമെങ്കിൽ അവരതിനെ ആൻസർ ചെയ്യട്ടെ, അവരെന്നെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് പറയുന്ന യുക്തി എന്താണ്? ഇവരെല്ലാം കാണുന്ന അങ്ങനെയാണ്. വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷം പറയുന്നതിനെ അവർക്ക് കേവല വിവാദമാണ്. ആ വിവാദത്തിൽ മീഡിയ വൺ എന്ത് പറയുന്നു എന്ന് കേൾക്കാനുള്ള കേവലമായ കൗതുകത്തിൽ അവസാനിക്കുന്നു അവരുടെ ഉത്തരവാദിത്വം. മീഡിയ വണ്ണിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെയല്ല. മീഡിയ വൺ ഒരു കേവലമായ വിവാദമല്ല, കേവലമായ വാർത്തയുമല്ല. മീഡിയ വണ്ണിനെ സംബന്ധിച്ച് ഒരു സീരിയസ് കൺസേൺ ആണ്. കേരളം പോലെ ഒരു മതനിരപേക്ഷ സമൂഹം നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള കൺസേൺ മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ അഭിപ്രായം പറയുന്നത്, വാർത്ത കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കൺസേൺ, അതായത് ഓരോന്നിനെയും, ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും സമീപിക്കുന്നതിന് ആ രാഷ്ട്രീയ പാർട്ടി മതനിരപേക്ഷത അടക്കമുള്ള കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന ഒറ്റ ഉപാധി മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ആ ഉപാധി എവിടെയൊക്കെ ആരൊക്കെ തെറ്റിക്കുന്നു അപ്പോഴെല്ലാം ആഞ്ഞ വിമർശന സമീപനത്തിൽ അതിനെ സമീപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. അതിനിയും ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ പണി നമ്മളെടുത്തോളും. നിങ്ങൾക്ക് ഈ നാടിനെക്കുറിച്ച് വല്ല ആശങ്കയുണ്ടെങ്കിൽ നിങ്ങളത് പറയുക, നിങ്ങൾക്ക് പറയാൻ പറ്റിയ സ്ഥലത്ത്. അല്ലാതെ നമ്മളെന്ത് പറയുന്നു എന്ന് എന്ന് ഉറ്റുനോക്കുക, അത് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു ജാള്യ ഭാവത്തോടെ ഭിത്തിക്ക് പുറകിൽ കാത്തിരിക്കുക. എനിക്ക് ഭയങ്കര കൗതുകമാണ് തോന്നുന്നത്, അല്ല തമാശയാണ് അത് കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അത് ആ ഒരു പോയിന്റ് ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നിങ്ങൾക്ക് ഇത് കുഴപ്പമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് രമേശ് ചെന്നിത്തല ചെയ്തത് കുഴപ്പമാണെങ്കിൽ, ബിന്ദു കൃഷ്ണ ചെയ്തത് കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, MV ഗോവിന്ദൻ ചെയ്തതും പിണറായി വിജയൻ ചെയ്തതും ഒക്കെ കുഴപ്പമാണെന്ന്, വാസവൻ ചെയ്തത് കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമാണ് എന്ന് പറ. നമുക്ക് ഒരുമിച്ചതെല്ലാം കുഴപ്പമാണ് എന്ന് പറയാം. വാസവൻ ചെയ്തതും രമേശ് ചെന്നിത്തല ചെയ്തതും ബിന്ദു കൃഷ്ണ ചെയ്തതും പിണറായി വിജയൻ ചെയ്തതും കുഴപ്പമാണ് എന്ന് നമുക്കൊരുമിച്ച് പറയാം. അത് പറയാനുള്ള ബാധ്യത നിങ്ങൾ മറ്റാരിലോ ഏൽപ്പിച്ചിട്ട് മാറിയെന്ന് നിങ്ങൾ ഈ കളി കളിക്കരുതെന്ന് മാത്രമേ എനിക്ക് പൊതുസമൂഹത്തോട് ആകെയും പറയാനുള്ളൂ. കൂടുതൽ പേർ ദുൽക്കിഫിലിനെയും അല്ലെങ്കിൽ റിജിലിനെയും പോലെയുള്ള ആൾക്കാർ, കൂടുതൽ ആളുകൾ രംഗത്ത് വരട്ടെ, സംസാരിക്കട്ടെ. അതാണ് ഞാൻ അതിനകത്ത് കാണുന്ന ഒരു ശുഭകരമായിട്ടുള്ള സംഗതി. രമേശ് ചെന്നിത്തല ഇത് വിശദീകരിക്കാൻ ബാധ്യസ്ഥനാണ്. വിശദീകരിക്കാതെ
എന്താ പാല് ദിനാശംസകൾ, മോര് ദിനാശംസകൾ പറയാനാണ് അദ്ദേഹത്തിൻ്റെ ഭാവമെങ്കിൽ അദ്ദേഹം ബുദ്ധിമുട്ടും. ഈ മോദി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ഈ BJP IT സെൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണ് വാട്ടർ ബോട്ടറി. ഈ വാട്ടർ ബോട്ടറി എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ബോധ നിലവാരമുള്ള ആളുകൾ നടത്തുന്ന വാദങ്ങളാണ്. ബുദ്ധി കുറഞ്ഞ ആളുകൾ നടത്തുന്ന വാദമാണ് വാട്ടർ ബോട്ടറി. അത് നെഹ്റു ചെയ്തപ്പോൾ നിങ്ങൾ മിണ്ടിയില്ലല്ലോ, ഇന്ദിരാഗാന്ധി ചെയ്തപ്പോൾ മിണ്ടിയില്ലല്ലോ എന്നുള്ള വാട്ടർ ബോട്ടറി ചോദിക്കും ഈ BJP IT സെൽ. അതേ നിലവാരത്തിലേക്കാണ് കേരളത്തിൽ ഇന്ന് പ്രതിപക്ഷം പോകുന്നത്. അത് പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ശിവപ്രസാദിനെ പോലുള്ള ചെറുപ്പക്കാർ മാത്രമല്ല, ഇംഗ്ലീഷ് പത്രങ്ങളുടെ എഡിറ്റർമാരൊക്കെ പോസ്റ്റിട്ടേക്കാണ് ആ മീഡിയ വൺ എന്താണ് പറയുന്നത്. അത് നമ്മൾ വിമർശിക്കുന്ന എന്തോ CPM-നോടുള്ള വിരോധം കൊണ്ട് വിമർശിക്കുകയാണ്. അതായത് വെള്ളാപ്പള്ളിയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യരുത് എന്നുള്ളത് CPM-നോടുള്ള എന്തോ ദേഷ്യം കൊണ്ട് വിമർശിക്കുന്നതാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ UDF-കാർ അത് ചെയ്യുമ്പോൾ അവർ സന്തോഷിക്കുക. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ നാളെ സതീശൻ പോയി പൊന്നാടി അണിയിച്ച് ആദരിച്ച് അദ്ദേഹത്തിൻ്റെ വിദ്വേഷ പ്രസംഗത്തെ സപ്പോർട്ട് ചെയ്താൽ ഈ പ്രതിപക്ഷത്തിന് സന്തോഷമാണ്, നമുക്കതിനെക്കുറിച്ച് ആശങ്കയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറയുന്നത് ആ സംഘീബോധ നിലവാരത്തിലേക്ക് പ്രതിപക്ഷം താഴരുതെന്നാണ് പറയാനുള്ളത്. കാരണം അവർ പ്രതിപക്ഷം കുറേ കൂടി സ്ട്രോങ് ആയി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി കേരളത്തിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നിയമസഭയിൽ നടന്നിട്ടുള്ള അടിയന്തര പ്രമേയ ചർച്ചയും അതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരവും പിണറായി വിജയൻ സംസാരവും നോക്കുമ്പോൾ എനിക്ക് ആ ഒരു ശക്തി പരമ്പരാഗതമായി LDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ശക്തി ഫീൽ ചെയ്യുന്നില്ല. കുറേ കൂടി ശക്തമായൊരു പ്രതിപക്ഷം, കുറേ കൂടി ആക്രമണ സ്വഭാവമുള്ളൊരു പ്രതിപക്ഷം കേരളത്തിലുണ്ടാവണം. സതീശൻ അത് അർഹിക്കുന്നുണ്ട്. അതെ, വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ കഴിഞ്ഞ ഇടത് സർക്കാരിനെതിരെ ഉണ്ടായ അതേ വിമർശനങ്ങൾ തന്നെയാണ് ഇത്തവണ UDF സർക്കാരിൻ്റെ കാര്യത്തിലും മീഡിയ വൺ മുന്നോട്ട് വെക്കുന്നത്. ആ വിമർശനങ്ങൾക്ക് ഓഡിറ്റിങ്ങിനും ഒരു കുറവും വരികയില്ല എന്ന് തന്നെയാണ് തീർത്തും പറയാനുള്ളത്.